ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൊണ്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് ചിക്കൻ സ്മോക്കി കോൺ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. ആദ്യം ചിക്കൻ സ്മോക്കി കോണിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. ഒരു ഫ്രൈ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒന്ന് നന്നായി പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്കൊരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ചാട്ട് മസാല കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞെടുത്തത്, അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് കൂടി നന്നായി നീളത്തിൽ അരിഞ്ഞെടുത്തത് കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് സവാള കൂടി ചെറുതായി അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ മസാലക്കെല്ലാം തയ്യാറാക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മൈദ കുഴച്ചെടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഒരു 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി കുഴച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയില്ലാണ്ട് വേണം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണം ഇതൊക്കെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതേപോലെ ചെറിയ ചെറിയ ബോളുകളായിട്ട് എടുക്കുക. ചപ്പാത്തിക്കെല്ലാം പരത്തുന്ന പോലെ പരത്തിയിട്ട് ഓരോരോ പീസായിട്ട് വേവിച്ചെടുക്കുക. 2 വാരം ഫുള്ള് വേവേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് വേവിൽ വേണം നമ്മളിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മസാലയിലേക്ക് നോക്കാം. മസാല എല്ലാം വന്ന് നല്ല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മയോനൈസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മയോനൈസ് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒന്ന് സ്മോക്ക് ചെയ്യിക്കുന്നത് നല്ലതാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് വിട്ടുപോയതാണ്. നിങ്ങൾ ഒരു ചെറിയൊരു കരി എടുത്തിട്ട് അത് ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കും കൂടിയും ചെയ്യണം. നമ്മളിത് ആവശ്യമായിട്ടുള്ള റൊട്ടിയെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിന് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഐസ്ക്രീമിൻ്റെ കോൺ ഷേപ്പത്തിൽ വേണം നമ്മൾ ഇതൊന്ന് ചുറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ചുറ്റിയിട്ട് സൈഡിലും കൂടിയും ബട്ടർ തേച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് വേണം അതിലേക്ക് മസാല ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കതിലേക്ക് മസാല കൂടി നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് പ്രസ് ചെയ്തിട്ട് വേണം മസാല ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോമ്പ് തുറക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സ്നാക്സുകളുടെ വീഡിയോ നമ്മൾ ഇതിനു മുന്നേയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ കൂടി അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നല്ല മസാല നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൈദേൻ്റെ ബാറ്റർ, ഉപ്പും മൈദയും വെള്ളവും കൂടിയും ചേർത്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് അതിലേക്ക് മുക്കിയെടുത്തിട്ട് വേണം അതിൻ്റെ മുകളിൽ സേമിയ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പ്രസ് ചെയ്തിട്ട് വേണം സേമിയ പിടിപ്പിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ എല്ലാം എണ്ണയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കൂടി ഇതേപോലെ തയ്യാറാക്കിയിട്ട് എടുക്കാം. നമ്മളൊരു പാത്രത്തിൽ എണ്ണ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഓരോരോ കോണുകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. നല്ല ബ്രൗൺ കളർ പരുവത്തിലായി വരുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.